ഇന്ന് എങ്ങോട്ടാണ് നമ്മൾ മണ്ഡലപരിചയമായി പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ പൊതുതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എറണാകുളമാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള ഈ എറണാകുളം മണ്ഡലം രാജ്യത്ത് തന്നെ 10ലേറെ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് എറണാകുളം. ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന അവകാശവാദമാണ് LDF ഉയർത്തുന്നത്. BJPയും 2020 മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടുകളാണ് ഭിന്നിക്കുക എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. എറണാകുളം ലോക്സഭാ മണ്ഡലം UDFന്റെ ഉരുക്കുകോട്ട. നടന്ന 19 തെരഞ്ഞെടുപ്പിൽ 16 വിജയിച്ചത് UDF സ്ഥാനാർത്ഥി. 3 തവണ മാത്രമാണ് എറണാകുളം ഇടതോരം ചേർന്നത്. തൃപ്പൂണിത്തുറ, കൊച്ചി, കളമശ്ശേരി, എറണാകുളം, വൈപ്പിൻ, പറവൂർ, തൃക്കാക്കര ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ. 3ഇടത്ത് LDFും 4ഇടത്ത് UDFും. മണ്ഡലം നിലനിർത്താൻ ഹൈബി ഈഡൻ, പിതാവിനെ പോലെ സ്വീകാര്യൻ. കഴിഞ്ഞ തവണ P രാജുവിനെ പരാജയപ്പെടുത്തത് 1.69 ലക്ഷം വോട്ടിന്. ഞങ്ങൾ എല്ലാ ഫോഴ്സസും ഉപയോഗിച്ച് സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ 9 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനും ഹെൽത്ത് സ്റ്റാഫിനും എതിരെയുള്ള ആക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ്. സ്ത്രീകൾക്ക് ഫ്രീ ആക്സസ് ടു മെൻസ്ട്രുവൽ പ്രോഡക്ട്സ്, അവർക്ക് മെൻസ്ട്രുവൽ ലീവ് സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് വർക്കിംഗ് വിമന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇടതുപക്ഷത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലം പിന്തുണച്ചത് 3 തവണ മാത്രം. ഇപ്രാവശ്യം KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ 4ാം വിജയമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ദാരിദ്ര്യത്തിനൊരു മതമില്ല, തൊഴിലില്ലായ്മയ്ക്കൊരു മതമില്ല. സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ മതനിരപേക്ഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമാണുള്ളത്. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ BJP നേടിയത് 1.37 ലക്ഷം വോട്ട്. മുൻ കോൺഗ്രസ് നേതാവും PSC ചെയർമാനുമായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് BJP പ്രതീക്ഷ. കൊച്ചിയുടെ 4 പ്രശ്നങ്ങൾ പറയാം, ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ലാത്ത. ഒന്ന്, കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വെള്ളക്കെട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ കൊതുക് ശല്യം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട കൊച്ചിയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ പരിഹരിച്ചിട്ടില്ല. പ്രബല മുന്നണികളെ സമ്മർദ്ദത്തിലാക്കാൻ 2020 സ്ഥാനാർത്ഥിയുമുണ്ട് എറണാകുളത്ത്. അഡ്വക്കേറ്റ് ആന്റണി ജൂഡി, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ തലങ്ങളിലുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഒരു മോഡൽ പറയാൻ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട്. ആ മോഡലിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു മോഡൽ നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ അല്ലെങ്കിൽ ആ ഒരു തലങ്ങൾ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തിനായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം. വ്യവസായ നഗരമായതിനാൽ വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. റോഡ് നവീകരണം മുതൽ കേരയിൽ വരെ നീളും ആ ചർച്ചകൾ. ഈ ചർച്ചകളെല്ലാം ആർക്ക് വോട്ടായി തീരുമെന്ന് കാത്തിരുന്നു കാണാം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.